ആശാ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളം എന്ന മന്ത്രിയുടെ വാദം തെറ്റ്. അസമിൽ ആശമാർക്ക് നൽകുന്നത് 10,000 രൂപ ഓണറേറിയം. കേരളത്തിൽ ആശമാർക്ക് നൽകുന്നത് 7,000 രൂപയാണ്. രേഖകൾ പുറത്തുവിട്ട് ന്യൂസ് 8. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, ഇന്ന് സഭയിൽ ഉൾപ്പെടെ വലിയ വാഗ്വാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സഭയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ്. ഈ വാദങ്ങൾ തെറ്റാണ് എന്ന് വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, സിക്കിമാണ് രാജ്യത്ത് ഏറ്റവും അധികം ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന സംസ്ഥാനം എന്നാണ് നേരത്തെയുള്ള കണക്കുകൾ വ്യക്തമാക്കിയിരുന്നത്. അവിടെയാണ് 10,000 രൂപ ഓണറേറിയമായി ആശാ വർക്കർമാർക്ക് നൽകിയിരുന്നത്. സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഗാങ്ടോക്കിൽ നിന്ന് കഴിഞ്ഞ 2022 10-ാം തീയതി അതായത് 2022 ഒക്ടോബർ 1-ാം തീയതി ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആശാ വർക്കർമാരുടെ സിക്കിമിലെ ഓണറേറിയം അത് 10,000 രൂപയാക്കി മാറ്റും. അത് ഒക്ടോബർ 1 മുതൽ 2022 ഒക്ടോബർ 1 മുതൽ നൽകാൻ കഴിയും എന്ന തരത്തിലാണ് ആ ഉത്തരവ് പുറത്തു വന്നത്. തുടർന്ന് ഈ വിഷയം ഇന്ന് വലിയ തർക്കമായി മാറിയിരിക്കുന്നു. സിക്കിമിൽ ആശാ വർക്കർമാർക്ക് ഈ ഉത്തരവുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കുന്നില്ല എന്ന ഒരു ആരോപണമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെയല്ല സാഹചര്യം. സിക്കിമിൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം 10,000 രൂപ തന്നെ ഓണറേറിയം കിട്ടുന്നു എന്നാണ് നമ്മുടെ ന്യൂസ് 18 സിക്കിം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ ഇത് വളരെ കൃത്യമായി അവിടെ ലഭിക്കുന്നു. ഒപ്പം അവർക്ക് ആവശ്യമായ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നു. മറ്റ് പല ആനുകൂല്യങ്ങളും ഇതിന് ഒപ്പം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെയാണ് ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര സർക്കാർ നൽകി, അല്ലെങ്കിൽ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകിയ കണക്കനുസരിച്ചും മറ്റൊരു കാര്യം വ്യക്തമാക്കുന്ന അവിടെ ആന്ധ്രാപ്രദേശിനും 10,000 രൂപ പ്രതിമാസം നൽകുന്നു ഓണറേറിയമായും. അതോടൊപ്പം തന്നെ ഈ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലും അവിടെ 4,000 രൂപ ഓണറേറിയം നൽകുമ്പോൾ അതുകൂടാതെ 50% ടോപ്പപ്പ് നൽകുന്നു. അതുകൂടാതെ 450 രൂപ മറ്റ് ഒരു അഡീഷണൽ ലിങ്ക്ഡ് വിത്ത് പെർഫോമൻസ് എന്ന നിലയിൽ നൽകുന്നു. അങ്ങനെ 6,100 രൂപയിൽ കൂടുതൽ അവിടെ ഓണറേറിയം നൽകുന്നു. ഇതും സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലാണ്. ഈ കണക്കനുസരിച്ച് കേരളം അതിലും പുറകിലാണ്. കാരണം 6,000 രൂപ സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ 1,000 രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നു. അപ്പോൾ ഈ കണക്കുകളിൽ കേരളത്തിന്റെ കണക്ക്. മനു, ഇന്ന് മന്ത്രി സഭയിൽ പറഞ്ഞത് ഈ ഓണറേറിയത്തിന് പുറമേ തന്നെ ഇൻസെന്റീവ് കൂടി സംസ്ഥാനം നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് ജോലിഭാരം കുറവാണ് കേരളത്തിൽ എന്നത് സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനം കൃത്യമാണെന്ന് ഉറപ്പാക്കുന്നു. അതിനൊപ്പം തന്നെ ഇവർക്ക് മെറ്റേണിറ്റി ലീവ് ഉൾപ്പെടെ നൽകാൻ സംസ്ഥാനം തയ്യാറെടുക്കുന്നു. അപ്പോൾ അവരുടെ ജോലി സംബന്ധിച്ച്, അവർക്ക് മറ്റ് അവകാശങ്ങൾ സംബന്ധിച്ച് വളരെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്ന് വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്. സിക്കിമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ ഈ ഓണറേറിയം ഇപ്പോൾ 10,000 ആണ് എന്ന് തെളിയുന്നു. മന്ത്രി പറഞ്ഞ വാദം തെറ്റാണ് എന്ന് തെളിയുന്നു. അതിനോടൊപ്പം അവർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അത് എല്ലായിടത്തും ഏറെക്കുറെ ഒരേപോലെയാണ്. അത് 60-40 എന്ന തരത്തിലാണ് അത് എല്ലാ സംസ്ഥാനങ്ങളിലും നൽകുന്നത്. അതായത് ഇൻസെൻറ്റീവുകളുടെ 60% കേന്ദ്രവും 40% കേരളവും എന്ന തരത്തിലാണ്. അത് സംസ്ഥാനത്ത് എല്ലാ ഇടത്തിലും ഒരേ മാതൃകയിൽ തന്നെയാണ് അത് കൊടുക്കുന്നത്. അതിൽ കേരളമെന്നോ സിക്കിമെന്നോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ചില പ്രത്യേക സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹരിയാന എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ കണക്കെന്ന രീതിയിൽ ഓരോ ആശാ വർക്കർക്കും അവിടെ കിട്ടുന്നതിൻ്റെ ഒരു കണക്ക് അവിടെ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഹരിയാനയിൽ ഏതാണ്ട് 20,000-ത്തിലധികം ആശാ വർക്കർമാരുണ്ട്. 20,001 ആശാ വർക്കർമാരാണ് ഹരിയാനയിൽ ഉള്ളത്. അതിൽ 5,333 പേർ, അതായത് 25.16% ആശാ വർക്കർമാർക്ക് ഓണറേറിയം 10,000 രൂപ പെർ മന്ത് കിട്ടുന്നു. അതിൽ 38
അതിൽ അതായത് 5033 ആശാ വർക്കർമാർക്ക് 10,000-ന് മുകളിൽ ഓണറേറിയം കിട്ടുന്നു. അതിൽ 38 ആശാ വർക്കർമാർക്ക് 1,800 രൂപ വരെ പ്രതിമാസം കിട്ടുന്ന തരത്തിലാണ് ഈ ഇൻസെൻറ്റീവ് ഘടനയുള്ളത്. അതേസമയം 318 ആശാ വർക്കർമാർക്ക് 18,000 രൂപ കിട്ടുന്നു. ഏറ്റവും കുറഞ്ഞത്, അതായത് ഏറ്റവും കുറഞ്ഞു വരുന്നത് ബാക്കി 14,968 ആശാ വർക്കർമാർക്ക് 10,000-നും 6,000-നും ഇടയിലുള്ള ഓണറേറിയം സംസ്ഥാനം നൽകുന്നു. ഇതുകൂടാതെയാണ് കേന്ദ്ര ആനുകൂല്യങ്ങൾ വരുന്നത്. അപ്പോൾ സംസ്ഥാന ആനുകൂല്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അങ്ങനെ കേരളത്തിന് വലിയ വീമ്പ് പറയാൻ മാത്രമൊന്നുമില്ല. ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ഹരിയാനയ്ക്കും ഒപ്പം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിലും അടുത്ത മാസം തൊട്ട് ഈ ആശാ വർക്കർമാരുടെ വേതനം 10,000 രൂപയാകാം. അത് അംഗീകരിച്ച എന്തായാലും ഇന്ന് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും മന്ത്രി വീണ ജോർജും തമ്മിൽ വലിയ വാഗ്വാദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഒരു മിനിറ്റ് രേണുക, we are now joined by our Sikkim reporter Shrishti Pradhan. Shrishti Pradhan, can you explain us how the honorarium of ASHA workers are distributed in Sikkim? Are they given 10,000 rupees per month? The Kerala Health Minister has categorically stated that Sikkim has just made an announcement, but they are not literally transferring 10,000 rupees honorarium to the ASHA workers. What is your comment on that? Hello. Yes, the government is paying 10,000 to the ASHA workers Per month as honorarium. per month. And Yes. what is the other? Are they given other incentives? And you have been telling me that they are given just some. 10,000 per month. And you said they have been given some accreditation certificates and other retirement benefits They were just recently. certified as ASHA workers, and they are being paid 10,000 per month. As honorarium. Yes. As And that has been since when? This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers Yes, that is it. before the election. Oh, okay, thank you. Anyway, it was just before the elections that they wanted to hike the ASHA workers' honorarium. Anyway. They are still being paid. Yes, thank you so much, Shrishti Pradhan, for Thank you. joining me from Sikkim. രേണുക, അതാണ് സിക്കിമിൽ നിന്നുള്ള നമ്മളുടെ റിപ്പോർട്ടർ സൃഷ്ടി പ്രധാൻ വ്യക്തമാക്കുന്നു. അവിടെ 10,000 രൂപയാണ് ആശാ വർക്കർമാർക്ക് നൽകുന്നത്. ഇതിപ്പോൾ പക്ഷേ